കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളുമായി ഒരല്പ നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ സ്വർഗസ്വനായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ എല്ലാ സൂക്ഷിപ്പുകൾക്കായി, ദൈവത്തിൻ്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയും സന്തോഷത്തോടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് എൻ്റെയും ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി തന്നല്ലോ. എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഒപ്പം ഈ രാത്രിയിൽ ഗ്രേസ് ടി വിയുടെ നല്ല പ്രേക്ഷകർക്ക് വന്ദനം ചെയ്തുകൊണ്ട് ഈ രാത്രിത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ദൈവസന്നിധാനത്തിൽ ഒരു വാക്യം വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിനകത്തെ സ്തോത്രവാക്യങ്ങൾ എല്ലാം എന്തുകൊണ്ടും വളരെ മനോഹരവും വളരെ അനുഗ്രഹവും അതുപോലെ നമ്മുടെ ക്രിസ്തീയ ആത്മീക ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് ഓടാൻ സ്തോത്രം പ്രോത്സാഹനം തരുന്ന വാക്യങ്ങളും വചനങ്ങളുമാണ്. അക്കൂട്ടത്തിലുള്ള ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് സ്തോത്രം സഭാപ്രസംഗയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇന്ന് രാത്രിയിലത്തെ കുറിവാക്യമായി ഒരല്പം മിനിറ്റുകൾ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. സ്തോത്രം പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാണ് ശലോമോനാൽ രചിക്കപ്പെട്ടത്. 1 സദൃശവാക്യങ്ങൾ, 2 സഭാപ്രസംഗയുടെ പുസ്തകം, 3 ഉത്തമഗീതം. ഈ 3 പുസ്തകങ്ങളിലെയും തീമുകൾ അല്ലെങ്കിൽ 3 പുസ്തകങ്ങളിലെയും സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് 3 ടൈറ്റിലുകളാണ്, 3 വ്യത്യസ്തമായ സന്ദേശങ്ങളാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം ജ്ഞാനം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളെ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ സഭാപ്രസംഗയുടെ പുസ്തകം ഭോഷത്വം എന്താണെന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത്. ഇനി ഉത്തമഗീതം എന്ന പുസ്തകത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സ്തോത്രം ടൈറ്റിലുകളാണ്, തലക്കെട്ടുകളാണ് നമുക്ക് ഈ പുസ്തകങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം എഴുതിയത് ശലോമോനാണെന്ന് ഞാൻ ഓൾറെഡി ഓർപ്പിച്ചല്ലോ. ഇതിൻ്റെ ഇത് എഴുതുവാനുണ്ടായ പ്രേരണ, ഇത് എഴുതുവാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മനുഷ്യൻ ദൈവത്തെ വിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മ വിട്ട് കഴിയുമ്പോൾ ജീവിതത്തെക്കുറിച്ചുയർത്തുന്ന ചിന്തകളും ജീവിതത്തെക്കുറിച്ചുയർത്തുന്ന വാദഗതികളുമാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് മുഴുവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ വിട്ടനന്തരം ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി ശലോമോൻ 3 പ്രധാനപ്പെട്ട പദങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1 മായ എന്ന പദമാണ്. 37 പ്രാവശ്യം മായ എന്ന പദം ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മായ മായ, ഭൂമിക്ക് കീഴെ സൂര്യന് കീഴെ ഞാൻ കാണുന്നത് സകലതും മായ എന്നാണ് ശലോമോൻ പറഞ്ഞു തുടങ്ങുന്നത്. 37 തവണ മായ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തെ വിട്ട്, ദൈവത്തെ പിരിഞ്ഞ്, ദൈവത്തോടുള്ള കൂട്ടായ്മയെ വിട്ട് പിരിഞ്ഞ് നാം ചെയ്യുന്ന ഏത് കാര്യവും മായയാണ്. സ്തോത്രം. 2 സൂര്യന് കീഴിൽ എന്ന പദം 29 തവണയാണ് ഈ പുസ്തകത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യന് കീഴിൽ ദൈവത്തെ വിട്ടുപിരിയുന്ന, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും സൂര്യന് കീഴിൽ കാണുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരാണ്. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സൂര്യന് കീഴെ മാത്രമല്ല, സൂര്യന് മുകളിൽ ഒരു ലോകമുണ്ട്. സൂര്യന് മുകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും വിട്ടുമാറിയ ശലോമോന്റെ ജീവിതത്തിൽ സൂര്യന് കീഴെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ താൻ തുടങ്ങി. 29 തവണയാണ് സൂര്യന് കീഴെ എന്ന പദം ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. കണ്ടോ? അപ്പൊ ദൈവത്തോടുള്ള കൂട്ടായ്മയും ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സ്, ഞാൻ എൻ്റെ ഹൃദയം, പിന്നെ മൊത്തം ഞാനായി
സ്തോത്രം, എന്നിലേക്ക് അങ്ങ് ഒതുങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പം ദൈവത്തെ വിട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ഉയർത്തുന്ന വാദഗതികളും ചിന്തകളുമാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം മുഴുവനായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ സ്തോത്രം 8 അധ്യായങ്ങളിൽ താൻ ഉയർത്തുന്ന ചിന്തകളും തൻ്റെ ചില ചോദ്യങ്ങളും തൻ്റെ ചില വാദഗതികളും കാണുമ്പോൾ 8ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും ശലോമോന് ചില മാനസാന്തരത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുകയാണ്. 8ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയിൽ അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകുകയില്ല. 8ാമത്തെ അധ്യായമാകുമ്പോഴേക്കും ശലോമോൻ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. സ്തോത്രം, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ് ഏതൊരു വ്യക്തിക്കും അഭികാമ്യമെന്ന് 8ാമത്തെ അധ്യായത്തിൽ ശലോമോൻ പറയുകയാണ്. ഇനി ഇതേ 12ാമത്തെ അധ്യായത്തിന്റെ 13ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. 1ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ സൂര്യന് കീഴെ ഞാൻ കാണുന്നത് മൊത്തവും മായയാണെന്ന് പറഞ്ഞു തുടങ്ങിയ മനുഷ്യൻ 8ാമത്തെ അധ്യായമായപ്പോഴേക്കും ദൈവത്തിന്റെ ഭയമകത്ത് വന്ന് തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്ന് താൻ ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുക എന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടിയാണ്. ഇന്ന് ഈ രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഹല്ലേലൂയ, ഈ ഒരു ഭൂമിയിൽ നല്ല ഒരു ജീവിതം കർത്താവ് നമുക്ക് തന്നു, അല്ലേ? ശരിയല്ലേ? നല്ലൊരു ഭവനം നിങ്ങൾക്ക് തന്നില്ലേ? സ്തോത്രം. വൈകിട്ട് രാത്രി കയറി ചെന്ന് കിടക്കാൻ ഒരു ഭവനം തന്നു. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു. നല്ല ഭാര്യയെ കർത്താവ് തന്നില്ലേ? നല്ല ഭർത്താവിനെ കർത്താവ് തന്നില്ലേ? തന്നല്ലോ. നല്ല തലമുറകളെ കർത്താവ് തന്നില്ലേ? നല്ല ബന്ധുമിത്രാദികളെ കർത്താവ് തന്നില്ലേ? സ്തോത്രം. ഇതെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗസ്ഥനായ കർത്താവ് നിങ്ങൾക്ക് തന്നില്ലേ? അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിൽ വെച്ച് ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ സർവശക്തനായ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. 9ാമത്തെ അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. 8ാമത്തെ അധ്യായമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. പിന്നെ അതെല്ലാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു എന്ന് ഞാൻ സ്തോത്രം 2-3 സെന്റൻസിന് മുമ്പേ ഓർപ്പിച്ചതാണ്. സ്തോത്രം. ഈ 9ാമത്തെ അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത ചില മിനിറ്റുകൾ നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ ശലോമോൻ പറയാണ്, നീ ചെന്ന് സന്തോഷത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം കഴിക്കണം. സ്തോത്രം. 2, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കണം. ഇത് മദ്യം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. പ്രത്യേകിച്ച് ഈ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ സ്തോത്രം സ്തോത്രം വീഞ്ഞു കുടിക്കുവാൻ അവരെ സന്തോഷിപ്പിക്കുന്ന, ഹൃദയത്തിന് ആനന്ദം നൽകുന്ന, പകരുന്ന വീഞ്ഞ് അവർ കുടിക്കും. ഇത് മദ്യം കുടിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ചൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ടേബിളിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ഡിഷായിരുന്നു വീഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ആനന്ദ ഹൃദയത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? വീഞ്ഞു കുടിക്കണം. നിങ്ങൾ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ദൈവം നിന്റെ പ്രവർത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് നൽകി തന്ന എല്ലാ ഭൗതിക നന്മകളിലും നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കണം. സ്തോത്രം. നല്ല ഭവനം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ, ഉത്സാഹത്തോടെ ഹല്ലേലൂയ ആ ഭവനത്തിനകത്ത് നിങ്ങൾ പാർക്കണം. നല്ലൊരു കുടുംബം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നന്നായി കൊണ്ടുപോകണം, സൂക്ഷിക്കണം. സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളിലും, ഭൗതിക നന്മകളിലും നിങ്ങൾ സംതൃപ്തരായി ജീവിക്കണമെന്നാണ് ഇവിടെ ശലോമോൻ ആവശ്യപ്പെടുന്നത്. നല്ല കാറ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നന്നായി നിങ്ങളതിൽ പ്രാർത്ഥനയോടെ സഞ്ചരിക്കണം. നല്ല ഭവനം തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ അതിൽ പാർക്കണം. സ്തോത്രം. ഇടാൻ നല്ല ഡ്രസ്സ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്തോത്രം നന്നായി ചേരുന്നത് പോലെ ഇടണം. കേട്ടെ, ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് എന്തൊക്കെ ഭൗതിക നന്മകൾ തന്നിട്ടുണ്ടോ അതിൽ നിങ്ങളെല്ലാം അനുഭവിക്കണം, സംതൃപ്തരായി ജീവിക്കണം. ഇനി 8ാമത്തെ വാക്യം, അത് അനുഭവിക്കുന്നതോടൊപ്പം 8ാമത്തെ വാക്യം, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം. 2, നിന്റെ തലയിൽ എണ്ണ കുറയരുത്. ഈ ഭൂമിയിൽ കർത്താവ് തരുന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന
ഭൗതിക നന്മകൾക്കൊപ്പം സ്തോത്രം, ഇനി എൻ്റെ വാക്യത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി കൂടെ അപ്പുറത്തേക്ക് കയറി ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് 8-ാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം. 2, നിന്റെ തലയിൽ എണ്ണ കുറയും. ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 1, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം. ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ നന്മകളാണോ അനുഭവിക്കാൻ തന്നിട്ടുള്ളത്, ആ നന്മകളെല്ലാം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സന്തോഷത്തോടും തൃപ്തിയോടും പ്രാർത്ഥനയോടും ആനന്ദത്തോടും കൂടെ നിങ്ങളെ ഭൗതിക നന്മകൾ നിങ്ങൾ അനുഭവിക്കണം. വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, വേണ്ട എന്ന് വചനം പറയുന്നില്ല. ദൈവമായ കർത്താവ് എന്തൊക്കെ നന്മ തന്നിട്ടുണ്ടോ അതെല്ലാം സന്തോഷത്തോടുകൂടി അനുഭവിക്കുന്നതിനോടൊപ്പം നിന്റെ വസ്ത്രം വെള്ളയായിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രിയിലും സ്തോത്രം ഹല്ലേലൂയ വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ശലോമോൻ ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ വിശുദ്ധിയിലും വേർപാടിലും സൂക്ഷിക്കണമെന്നാണ് ശലോമോൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗതിക നന്മകൾ എന്ത് ചെയ്യണം? നിങ്ങൾ അനുഭവിക്കണം. അതോടൊപ്പം ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യമാണ് നിങ്ങളുടെ വസ്ത്രം വെള്ളയായിട്ട് സൂക്ഷിക്കണം. പ്രിയരെ സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം ഇവിടെ പറയുമ്പോൾ ചിലർ ഭൗതികതയെ മാത്രം എടുത്ത് കാട്ടുന്നവരുണ്ട്. എന്നോ അങ്ങനെയല്ല. അതിനേക്കാൾ ഒരു പടി കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ചെയ്യേണ്ടതുമായ കാര്യമാണ് നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. ആത്മീക ജീവിതം, ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒട്ടും കുറഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതം എപ്പോഴും വെള്ളയായി, നമ്മുടെ ജീവിതം എപ്പോഴും കളങ്കമറ്റതായിരിക്കും, നമ്മുടെ ജീവിതം എപ്പോഴും കറയില്ലാത്തതായി, നമ്മുടെ ജീവിതം എപ്പോഴും ചുളുക്കമറ്റതായിരിക്കണം. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, ഭൗതിക നന്മകൾ അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് പ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. ദൈവമായ കർത്താവ് സർദീസിലെ സഭയുടെ ദൂതന് ലെറ്റർ എഴുതുമ്പോൾ പറയുകയാണ്, അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ജീവിതത്തെ മലിനപ്പെടുത്താത്ത, പാപം കൊണ്ട്, അശുദ്ധി കൊണ്ട്, മ്ലേച്ഛത കൊണ്ട്, ദൈവകൃപയില്ലാത്ത വാക്കുകൾ കൊണ്ട്, സ്തോത്രം ഹല്ലേലൂയ, ജീവിതത്തെ മലിനപ്പെടുത്താത്ത, ജീവിതത്തെ അശുദ്ധിപ്പെടുത്താത്ത കുറച്ചു പേര് എനിക്ക് എവിടെയുണ്ട്? സർദീസിലുണ്ട്. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, ഹല്ലേലൂയ, എല്ലാ കാലത്തും ദൈവത്തിന്റെ വചനം അനുസരിച്ച് പോകുന്ന ഒരു ശേഷിപ്പ് മാത്രമേ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. ഒരുപാട് ആളുകൾ വിശ്വാസികൾ എന്ന പേരിന് അർഹരാണെങ്കിൽ, ക്രിസ്ത്യാനികൾ എന്ന പേരിന് അർഹരാണെങ്കിലും അവരിൽ ഒരു ശേഷിപ്പേ ഉള്ളൂ. അതാണ് സർദീസിലെ സഭയോട് പറഞ്ഞത്, ഉടുപ്പ് മലിനപ്പെടുത്താത്തവർ എന്ന് പറഞ്ഞാൽ സർദീസിലെ സഭയ്ക്കകത്ത് ഉടുപ്പ് മലിനപ്പെടുത്തിയ കുറെ പേര് അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഉടുപ്പിനെ സൂക്ഷിച്ച, വെള്ളയായിട്ട് സൂക്ഷിച്ച, കറ പറ്റാതെ, അഴുക്ക് പറ്റാതെ, പാപം പറ്റാതെ, അകൃത്യം പറ്റാതെ, ദോഷം ചെയ്യാതെ ജീവിതത്തെ സൂക്ഷിച്ച, ഉടുപ്പിനെ സൂക്ഷിച്ച, സ്തോത്രം ഹല്ലേലൂയ, വെള്ളയായി സൂക്ഷിച്ച, ഒരു കറ പോലും പിടിക്കാതെ, ഒരു ചെളി പോലും പറ്റാതെ ജീവിതത്തെ സൂക്ഷിച്ച കുറച്ചു പേര് എനിക്ക് സർദീസിലുണ്ട് എന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത്. ഇനി അവർക്ക് എന്താണ് ലഭിക്കുന്നത്? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ. അപ്പൊ ഇന്ന് രാത്രി സ്തോത്രം, ലോകപ്രകാരമുള്ള യോഗ്യതയോ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നുമല്ല നമ്മുടെ യോഗ്യത. ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഉടുപ്പ് മലിനമാകാത്തവരാണ്. അവരെക്കുറിച്ച് സ്വർഗം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അവർ യോഗ്യന്മാരാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ ലോകപ്രകാരം ഏതെങ്കിലും സ്തോത്രം ജോലിക്ക് നിങ്ങൾ യോഗ്യരാണെങ്കിൽ കമ്പനിയോ അല്ലെങ്കിൽ സ്ഥാപനമോ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അയോഗ്യരായി മാറ്റും. പക്ഷേ ദൈവമായ കർത്താവ് വെക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉടുപ്പ് വെള്ളയാണോ അല്ലെങ്കിൽ ജീവിതത്തെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവമായ കർത്താവ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ 1, ഹല്ലേലൂയ, അവർ യോഗ്യന്മാരാണ്. 2, അവർ കർത്താവിനോട് കൂടെ നടക്കുക. കേട്ടോ,
ഇന്ന് രാത്രി എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. സ്തോത്രം. നമ്മുടെ ഫാമിലിയുടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ തലമുറകളോട് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമ്മുടെ ബന്ധുമിത്രാദികളുടെ കൂടെ നടക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഇത് അതിനേക്കാളൊക്കെ അപ്പുറത്ത് സന്തോഷമാണ് കർത്താവിൻ്റെ കൂടെ നടക്കുക എന്നുള്ളത്. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ വെള്ളയായി, നമ്മുടെ ഉടുപ്പിനെ വെള്ളയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ഇനി സ്തോത്രം, അടുത്തൊരു ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? മായ്ച്ചു കളയത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, ജീവിതത്തെ നശിപ്പിക്കുന്നവരുടെ, ജീവിതത്തെ അശുദ്ധിയിൽ സൂക്ഷിക്കുന്നവരുടെ, സ്തോത്രം, ജീവിതത്തെ പാപത്തിൽ സൂക്ഷിക്കുന്നവരുടെ പേരിന് സ്വർഗം മായ്ച്ചു കളയുമ്പോൾ, ഉടുപ്പ് മലിനപ്പെടുത്താതെ, ജീവിതത്തിൽ പാപക്കറ ലേശം പോലും ജീവിതത്തിൽ വരാതെ, അശുദ്ധി ലേശം പോലും, മ്ലേച്ഛത ലേശം പോലും ജീവിതത്തിൽ വരാൻ ഹല്ലേലൂയ അനുവാദം കൊടുക്കാതെ ഉടുപ്പിനെ സൂക്ഷിക്കുന്നവരുടെ പേര് സ്വർഗസ്ഥനായ കർത്താവ് ജീവപുസ്തകത്തിൽ എഴുതും. അവർക്ക് വമ്പൻ പ്രതിഫലങ്ങളാണ് ദൈവമായ കർത്താവ് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെങ്കിൽ ഈ രാത്രി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ലോകപ്രകാരമുള്ള കളങ്കമേൽക്കരുത്. ലോകപ്രകാരമുള്ള പാപത്തിൽ നാം സ്തോത്രം അറിയാതെ വഴുതി വീഴരുത്. ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ സ്തോത്രം നമ്മുടെ ഉടുപ്പ് എന്ത് ചെയ്യരുത്? മലിനമാകരുത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം 4-ാമത്തെ വാക്യത്തിൽ എന്താണ് ഹല്ലേലൂയ അവിടെ സ്തോത്രം ഈ മുഷിപ്പ് അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം: അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് പറഞ്ഞു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് പറഞ്ഞു. കേട്ടെ, അപ്പം നാം ചെയ്യുന്ന അകൃത്യമാണ് നമ്മുടെ വസ്ത്രത്തെ മുഷിപ്പിക്കുന്നത്. നാം ചെയ്യുന്ന പാപമാണ് നമ്മുടെ വസ്ത്രത്തെ എന്ത് ചെയ്യുന്നത്? മുഷിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവകൃപയോടും പ്രാർത്ഥനയോടും അത് ഒരു വശത്ത് ഉപയോഗിക്കുമ്പോൾ, മറുവശത്ത് ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ സൂക്ഷിക്കാൻ, ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പിനെ, അക്ഷരികമായ ഉടുപ്പിനെ കുറിച്ചല്ല ഞാൻ ആദ്യം ഓർപ്പിച്ച കാര്യമാണ്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, ദൈവത്തിന്റെ വചനപ്രകാരം സൂക്ഷിക്കാൻ, കറ പറ്റാതെ, ചുളുക്കം പറ്റാതെ, പാപം പറ്റാതെ ആ ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കാൻ ദൈവമായ കർത്താവ് ഹല്ലേലൂയ നിങ്ങൾക്ക് കൃപ തരട്ടെ, തൻ്റെ ശക്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിത്തെ കൊച്ചു സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.